നമസ്കാരം സുഹൃത്തുക്കളെ, ഷോജി മാത്യു അണക്കരയാണ്. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങളാരും എൻ്റെ ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് സംഭവിച്ച കാര്യം, ഞാൻ ഒരു പമ്പിൽ അടിക്കാൻ വേണ്ടി എൻ്റെ വാഹനമായിട്ട് എത്തിയതാണ്. അവിടെ ഇന്നൊരു ജോലിക്കെത്തിയൊരു സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഞാൻ പെട്രോൾ അടിക്കാൻ പറഞ്ഞു. അദ്ദേഹം അടിച്ചത് ഡീസലാണ്. ഡീസൽ അടിച്ച് കഴിഞ്ഞാണ് നമ്മളത് കാണുന്നത്. ഡീസലാണ് അടിച്ചത്. ആൾ ഒന്നുകൂടി വന്ന് പറഞ്ഞു ഡീസലാണ് അടിച്ചത്. വണ്ടി പമ്പിൽ കയറിയപ്പോഴേ തന്നെ ഞാൻ ഇഞ്ചൻ ഓഫ് ആക്കിയിരുന്നു. കാരണം ഞാൻ പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ വണ്ടിയുടെ ഇഞ്ചൻ ഓഫ് ആക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഓഫ് ആക്കിയാണ് അടിച്ചത്. പൈസ കൊടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു. പൈസ കൊടുത്തു കഴിഞ്ഞാണ് സാധാരണ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ അവർ തന്നെ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇഞ്ചിനായിട്ടുള്ള സൂരി പെട്രോളെല്ലാം നമുക്ക് പുറത്തെടുത്ത് വീണ്ടും നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് വീണ്ടും പെട്രോൾ അടിച്ച് വീണ്ടും ടാങ്ക് ക്ലീൻ ചെയ്തു. അങ്ങനെ അവർ ചെയ്തു തന്നു. നമ്മുടെ ഒരു 1.5 മണിക്കൂർ പോയിരുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെട്രോൾ പമ്പുകളിൽ ചെല്ലുമ്പം ചിലപ്പം പുതിയ സ്റ്റാഫാണോ പഴയ സ്റ്റാഫാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചൻ ഓഫ് ആക്കിയിട്ട് നമ്മൾ പെട്രോൾ അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യം നമ്മൾ പലരും ഇഞ്ചൻ ഓഫ് ആക്കാതാണ് പെട്രോൾ അടിക്കുന്നത്. അതിന് കാരണം 2 ഗുണങ്ങളാണ്. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഇഞ്ചിനകത്തോട്ട് പെട്രോൾ കയറത്തില്ല. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പല ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. പെട്രോളിൻ്റെ സ്പാർക്കിങ് കൊണ്ട് അടിക്കുമ്പം തീയൊക്കെ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഇഞ്ചൻ ഓഫ് ആക്കിക്കൊണ്ട് തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറുക. ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.